എന്തോ അതിലൊരു ഒപ്പിട്ടെ. കാര്യം പാലം. പാലോ? പുഴയിലൊരു പാലം പണിയാൻ. വെറുതെ ഒപ്പിടാൻ കിട്ടുമില്ല, കിട്ടത്തില്ല. എടോ, ഇത് പൊതുക്കാര്യമാണ്. എന്റെ സ്വന്തം കാര്യമായത് കൊള്ളാം. ഒപ്പിടണോ? കിട്ടും. കിട്ടോ? ഈ കാര്യത്തിൽ കിട്ടുപ്പിളുടെ ഒപ്പ് അത്യാവശ്യമാണ്. എടോ കുഷ്ടപിള്ളേ, ഇത് പാലം പണിയാനുള്ളതല്ല. തന്റെ ഗോപി സാറിനെ സ്ഥലം മാറ്റാനുള്ള അപേക്ഷ. താൻ അയാളുടെ ചിങ്കിടിയാണല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? എന്നാലേ ഞാനത് ഒപ്പിട്ടിട്ടില്ല. കണ്ണു തുറന്ന് കടലാസ് നോക്ക. ഒപ്പിട്ടത് ഏതോ ഒരു കൃഷ്ണൻകുട്ടിയാ. എടാ, ഞാൻ പിയൂണാണെങ്കിലും എനിക്ക് ഉണ്ടടാ കുറച്ചൊക്കെ വിവരം. ഞാൻ നീ അന്നേരം ചോദിച്ചേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, സല്ല ടീച്ചറോ? എന്താ ഇത്ര നേരത്തെ? ഒന്നുമില്ല, സാറിന്റെ വാച്ച് നഷ്ടപ്പെട്ടു എന്ന് കേട്ടു. ഇവിടെ ഒരടച്ചുകെട്ടും പൂട്ടുമില്ലാത്ത സ്ഥലമാണ്. ഓ, അതൊന്നും സാരമില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ എങ്കിൽ ഇവിടെ തുടരുന്ന തന്നെ അപകടമാണ്. ആ ഹോട്ടലിലെ ഊണ്, ദാമോദരനെയും കൂട്ടുകാരുടെയും ശല്യം. അയാൾ വല്ലാത്ത ഒരുത്തനാ. ഓ, അത്രേ ഉള്ളൂ. സാറിന് ഇഷ്ടമാണെങ്കിൽ എന്റെ വീട്ടിൽ താമസിക്കാം. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. എന്താ ഒന്നും പറയാത്തത്? എന്തോ പറയാൻ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞങ്ങൾ ഈ നാട്ടുകാരാ. വല്ലയിടത്തും വന്നവനൊക്കെ ഇവിടെ കൊടി കുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. തെറ്റെന്താൽ അധ്യാപകർ ശിക്ഷിച്ചെന്നിരിക്കും. അതിനെ രക്ഷകർത്താക്കൾ പ്രതിഷേധിക്കുന്നത് ശരിയല്ല. എവനൊക്കെ അധ്യാപകന് പകൽ മുഴുവൻ കള്ളുഷാപ്പില്, രാത്രിയില്ല വേശിയുടെ വീട്ടിൽ. അവൾ എന്ത് പറഞ്ഞാലും അവൻ കേൾക്കും. തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. ഞാൻ തീറ്റും. അവിടെ ഊണ് കഴിക്കുന്നു എന്നല്ലാതെ. അവിടെ ഊണ് കഴിക്കുന്നവർ ഏത് തരക്കാരാണെന്ന് ചിന്തിക്കണം. സാറിന് അവിടെ കയറി ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാം. ഒരു പരിധി വരെ എനിക്കിന് ഇടപെടാൻ പറ്റൂ. സാർ ഇടപെടണ്ട. ഞങ്ങളുടെ പിള്ളേരെ ഞങ്ങൾ ഇങ്ങോട്ട് അയക്കില്ല. ഇത് കണ്ടോ, നാട്ടുകാർ 500 പേര് ഒപ്പിട്ട പരാതിയാ. ഇത് ഇന്ന് തന്നെ ടിവിക്ക് അയക്കും. ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഞാനൊന്ന് ഉപദേശിക്കാം, താക്കീതും ചെയ്യാം. അത് കഴിഞ്ഞ് പരാതി അയച്ചാൽ പോരെ? പോരാ, ഇത് ഇന്ന് തന്നെ അയക്കും. മുകളിൽ നിന്ന് ഇതേപ്പറ്റി സാറിനോട് ചോദിക്കും. അവൻ അനുകൂലമായി സാർ ഒരു അക്ഷരം പറയരുത്, എഴുതുകയും വരുത്. അത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. എന്നാ സാറ് അയാൾക്ക് സൈഡ് നിന്നോ, നോക്കിക്കോ എന്താ വരാൻ പോകുന്നതെന്ന്. പ്രേരിപ്പിക്കാതാമോ? ഞാനീ നാട്ടുകാരനാ. വേണ്ടത് നീ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തനിക്കണം വന്നാലോ? ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. വരടാ. തുളസി പിന്നെ എന്താ മളു? വിശേഷങ്ങൾ അറിഞ്ഞോ? എന്താ മളു? ആ ദാമോദരനും കൂട്ടരും സാറിനെതിരായി ഒപ്പിടിവെക്കുന്നു. പള്ളിക്കുടത്തിൽ ചെന്ന് 1-ാം സാറിനെ കണ്ടെന്നും കേട്ടു. ഓ, ഒരു ചോണക്കുട്ടനാ സാറ്. ദാമോദരന്റെ എട്ടുകളിയൊന്നും സാറിന്റെ അടുത്ത് നടക്കില്ല. ഇനി അടിപൊളി ഉണ്ടാവുമെന്നാ എന്റെ പേടി. ഇനി ഉണ്ടാവണമെന്നാ എന്റെ ആശ. അതെന്താ അടിപെണ്ണേ? ഇനി ഒരു അടിപിടി ഉണ്ടായാലേ ദാമോദരന്റെ നടു ഓടിഞ്ഞത് തന്നെ. ആ, നിന്റെ കല്യാണം എന്നാ അടിപെണ്ണേ? ഉടനെ വേണമെന്നാ എന്റെ ആശ. പക്ഷേല് അച്ഛൻ പറയണു മുത്തിയുടെ തുള്ളല് കഴിയട്ടെ എന്ന്. ആ സ്ത്രീ അത്ര ചീത്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാരുടെ മാനദണ്ഡം വെച്ച് ഒരു അധ്യാപകൻ ജീവിക്കണമെന്നുണ്ടോ? ഇല്ല, നല്ല അഭിപ്രായങ്ങൾ മാനിക്കണ്ടേ? എനിക്കും അഭിപ്രായമില്ലേ സർ. ആ അഭിപ്രായപ്രകാരം ജീവിക്കാൻ എനിക്കും സ്വാതന്ത്ര്യമില്ലേ? ഈ സ്വാതന്ത്ര്യം തെറ്റിലേക്ക് നീങ്ങുന്നു. ശരിയും തെറ്റും വേർതിരിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? ചിലപ്പോൾ നാം കാണുന്ന തെറ്റ് ശരിയും ശരി തെറ്റുമായിരിക്കും. വാദപ്രതിവാദത്തിന് ഞാൻ തയ്യാറില്ല. ഗോപി, ഒരു അധ്യാപകന്റെ നിലയിൽ നിന്നും നിങ്ങൾ വഴുതി പോകുന്നു. അധ്യാപകനെ ചോരയും നീരുമുള്ള ഒരു മനുഷ്യനായി കണക്കാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു സർ. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഈ സ്ഥാപനത്തിന് വേണ്ടി ആ ഹോട്ടലിലെ തീനും കുടിയും നിങ്ങൾ ഉപേക്ഷിക്കും. മറ്റൊരു സ്ഥലം എനിക്ക് വേണ്ടി സാറിന് ചൂണ്ടിക്കാണിക്കാം. സാറേ, എന്റെ വീട്ടിൽ നല്ല സൗകര്യമാണ്. സാർ അങ്ങോട്ട് വാ, മുറിയുണ്ട്.
കത്തിലുണ്ട്, പായുണ്ട്, എല്ലാം കൊണ്ടും സംഗതി ജോർ. എന്നാൽ ഇന്ന് ഞാൻ കൂടെ വരാം. മഴ പെയ്യണത് കണ്ടില്ലേ? താഴെ വീഴും. അയ്യോ, പറഞ്ഞാലും കേക്കത്തില്ല. ശവങ്ങൾ ഒന്ന് നിക്കണടാ അവിടെ. ഇങ്ങോട്ട് വരി. ആരാണ്ടൊക്കെ വരുന്നു. മക്കളെല്ലാരും ശബ്ദം ഉണ്ടാക്കാതെ ഒന്ന് മാറിയെന്ന്. സാറേ, ഇതാ എന്റെ അമ്മ. നമസ്തേ. മക്കൾ ഇവിടെ വന്നു. ഞാൻ സാറിനെ നമ്മുടെ വീടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. വാ സാർ. സാർ അങ്ങോട്ട് ഇരുന്നു. എടീ നളിനികുമാരി, ഇരിക്കു സാറേ. നളിനകുമാരി, നീ ഇങ്ങോട്ട് വന്നേ. ഇതാണ് നമ്മുടെ സ്കൂളിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന സാറ്. നിങ്ങൾ എന്തിനാ ഈ ദാരിദ്ര്യം കാണാൻ സാറിനെയും കൂട്ടിക്കൊണ്ട് വന്നേ? ദാരിദ്ര്യമോ? ആണുങ്ങളുടെ മുമ്പ് വെച്ചാണോടെ അനാവശ്യം പറയുന്നത്? വാ സാറേ, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇനി കിട്ടുള്ള വയ്ക്കോ? വേണ്ട സാറേ, ഞാൻ സാറിനെ സ്കൂളിൽ കൊണ്ടിയാക്കാം. സാറേ, ഞാൻ സാറന്മാരോട് 5-10 രൂപ കടം വാങ്ങിക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യം സാർ എന്റെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായില്ലേ? എന്റെ കയ്യിൽ നിന്നും കിട്ടുള്ള വാങ്ങിച്ച കാശ് തിരിച്ചു തരണ്ട. സാറേ, ഞാനൊരു കാര്യം പറയാം, എന്നോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പം ഞാനൊരു മോഷണം നടത്തി സാറേ. സാറിന്റെ വാച്ച് ഞാൻ മോഷ്ടിച്ചു. എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് 8 പേരെങ്ങനെ ജീവിക്കും സാറേ? സാർ എന്നോട് ക്ഷമിക്കണം സാറേ, എന്നോട് ക്ഷമിക്കണം സാറേ. എന്തോ നാടോ ഇത്, ഒച്ചഴയുന്ന പോലെ പോകുന്നു. ഒന്ന് വേഗം പോടോ, അക്കരെ പോയിട്ട് ഒരുപാട് ജോലിയുള്ളതാ. അത്ര അത്യാവശ്യമാണെങ്കിലേ നീന്തി പോയാൽ മതി. വള്ളം ഈ വേഗത്തിലേ പോകും. ചുമ്മാ ഇരിക്കണ മാതിരിയല്ല, തുഴയുമ്പോ അറിയാൻ പ്രയാസം. എടാ, നമ്മൾ പറഞ്ഞിട്ട് ഒരു വിലയില്ലല്ല ദാമുണ്ണ. ദാമുണ്ണ, ഇതുപോലെ രേലസ് എനിക്കും കിട്ടണം. എന്നിട്ട് വേണം ഇവനെയൊക്കെ കീച്ചാൻ. പല ആ കറി വിളമ്പണ്ട. മോളെവിടെ? ഉറക്കമായി. ഇതുവരെ സാറിനെ കാത്തിരുന്നു. ഞാനല്പം താമസിച്ചു. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ്? സന്ധ്യ കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ഞാൻ പട്ടിണി കിടക്കുന്നു. ബാലന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കാം. രാത്രി ഞാൻ ഇവിടെ വരുന്നത് കൊണ്ട് തുളസിക്ക് വല്ല അസൗകര്യമുണ്ട്? ഇല്ല സർ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആ ദാമോദരനും കൂട്ടരും അവസരം കാത്തു നടക്കുകയാണ്. സാരമില്ലെന്ന്. മഴ കാണുമ്പോ കുട നിവർക്കണമെന്നല്ലേ? ടീച്ചറെ, എനിക്കൊരു 10 രൂപ വേണമല്ലോ. എന്താ കിട്ടുപിള്ളേ? ഈ മാസത്തെ തന്നെ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ്? എത്ര കിട്ടിയാലും കിട്ടുപിള്ളേക്ക് തികയില്ലേ? എന്ത് ചെയ്യാനാ ടീച്ചറെ? തന്തയും തള്ളയും ഭാര്യയും മക്കളെ എല്ലാരെയും പോറ്റുന്നത് ഇവിടുന്ന് കിട്ടുന്നോണ്ടല്ലേ. ടീച്ചർക്കറിയാലോ ഇവിടുന്ന് എന്ത് കിട്ടുമെന്ന്. ഉള്ളവർക്കല്ലേ തരാൻ തോന്നുന്നു. ടീച്ചറെ, ഈ മാല എത്ര പവനാ? ഇത് 5 പവൻ, ഇത് 15 പവൻ. ഓ, ഇത്രയൊരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ കിട്ടുപിള്ള രക്ഷപ്പെട്ടു പോയത്. ആഹാ, ബിന്ദു ഉറക്കമായി. സന്ധ്യ കഴിയുമ്പോൾ അവൾ ഉറങ്ങും. സാറ് വന്നില്ലേന്ന് ചോദിച്ചോണ്ട് ഇത്രയും നേരം അവളോട് ഇരിക്കായിരുന്നു. മോളെ ബിന്ദു. വേണ്ട, ഉണർത്തണ്ട. എന്താ, ചോറില്ലേ? ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. ഊണ് കഴിക്കാൻ മറ്റൊരു സ്ഥലം കിട്ടില്ലേ? എന്താ? ഞാൻ ചീത്തയാണ് എന്ന് നാട്ടുകാർ പറയുന്നത് സാറ് കേട്ടില്ലേ? ഒരു ചീത്ത സ്ത്രീയുടെ ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടും.
സാറിന്റെ ഭാവി ഈ നാട്ടുകാരുടെ കയ്യിൽ. പരാതി അയക്കുന്നെന്ന് കേട്ടു. അതിലും എനിക്ക് പരാതിയില്ല. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ. എന്നാൽ ചോറ് വിളമ്പൂ, എനിക്ക് വിശക്കുന്നു. സേവനുണ്ടാ? ഇല്ല. തീപ്പെട്ടിയുണ്ടാ? ഇല്ല. അടുപ്പിൽ തീ കാണുമായിരിക്കും. ഇല്ല. ചേടാ, ഇതെന്താ ഞാൻ എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്ന് പറയുന്നത്? പിന്നെന്താ ഉണ്ടോന്ന് പറയണോ? മളു, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് നാളായി. ഇങ്ങനൊരു സന്ദർഭം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദേവകി മരിച്ച പിന്നെ എന്റെ മോനൊരമ്മയില്ല. എനിക്ക് മാളുവിനെ ഇഷ്ട. എന്നാലേ എനിക്കിഷ്ടമല്ല. അങ്ങനെ അങ്ങ് എടുത്തടിച്ച് പറയാതെ പെണ്ണേ, എല്ലാത്തിനും ഒരു മയമൊക്കെ വേണ്ടേ? മയപ്പെടാൻ തന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക്. എടി എടി, ദാമുവിന്റെ കൈ ഇന്നേ ഒരു പെണ്ണും തട്ടിയിട്ടില്ല. എന്നാലേ ഇവിടുത്തെ പെണ്ണ് തട്ടും. ദാമു, ഈ വെട്ടുകത്തി മരം മുറിക്കാൻ മാത്രമുള്ളതല്ല, കഴുത്തും മുറിയും. പറഞ്ഞ മനസ്സിലായോ? ഇറങ്ങു പുറത്ത്. ഇനി ഈ പടി കയറിപ്പോയാൽ തുണ്ടം തുണ്ടമായി വെട്ടിക്കളയും ഞാൻ. കത്തി കാണിച്ച് ദാമുവിന് വരട്ടാമെന്ന് കരുതണ്ട. ഇതിനേക്കാൾ വലിയ കത്തി കണ്ടവനാ ദാമു. ഇറങ്ങണ പുറത്ത്. ഇപ്പൊ ഞാൻ പോകുന്നു, പക്ഷെ പേടിച്ചല്ല. ദേവാ, നമുക്ക് വീണ്ടും കാണാം. ഇന്ന് അവരെ പിടിച്ച് അവന്റെ പെടലിക്ക് 2 വീക്കിയിട്ട് ബാക്കി കാര്യമുള്ളൂ. മോനെ, കട്ടയും കല്ലും കമ്പും ഒക്കെ പറക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്നാലും എടാ മഹാപാവി, നീ എന്ത് എത്ര കോഴിയാടാ കൊണ്ടുപോയത്? നിന്നെ ഞാൻ വാടാ വാ. വരട്ടെ വരട്ടെ. എത്തട്ടെ എത്തട്ടെ. തുറക്കട്ടെ തുറക്കട്ടെ. കോഴിയെ പിടിക്കണോ? പിടിക്കട്ടെ പിടിക്കട്ടെ. കൊണ്ടുപോട്ടെ കൊണ്ടുപോട്ടെ. അച്ഛാ പോയി. നമ്മൾ എന്തിനാ പിന്നെ ഇവിടെ ഇരുന്നേ? അത് ശരിയാണല്ലോ. എന്നാലും നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചല്ലോടാ മോനെ. എന്തോന്നാ? കോഴി സ്വയം ഇറങ്ങി പോകുന്ന അല്ലെന്ന്. എടാ നാണം കെട്ടവൻ പോലെ കൊണ്ടി നക്കി തിന്നടാ എരപ്പാളികളെ. എനിക്ക് പോയില്ലടാ ഈ ചട്ട. ഈശ്വരനെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. ആരും സഹായത്തിനില്ലാത്തൊരു അനാഥയാണ് ഞാൻ. ഈ കുഞ്ഞിനെ കരുതിയാണ് ഞാൻ ഈ കട നടത്തിക്കൊണ്ടു പോകുന്നത്. ഇല്ലെങ്കിൽ എന്നോ ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നു. ഒരു സാവിത്രി, കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. എവിടെന്നോ വന്ന വാദ്യാർക്കാകാം, ഞങ്ങൾക്ക് പാടില്ല അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല സാറ്. അങ്ങേര് വളരെ നല്ലവനാ. നല്ലവൻ ഞങ്ങൾക്കറിയാവടി. വെറുതെ സംസാരിച്ചൊന്നും സമയം കളയണ്ട. നിനക്ക് എത്ര രൂപ വേണ്ടെങ്കിൽ എടുത്തോ. ദയവ് ചെയ്ത് എന്നെ ഒരു സഹോദരി പോലെ കരുതാമോട്ട. ഇവിടുന്ന് ഇറങ്ങി പോകൂ. നാട്ടിലുള്ളവരെല്ലാം സഹോദരിയെ കരുതാൻ ഒപ്പടി. നീ അകത്തോട്ട് വരുന്നോ? അവനെ തൂക്കിയെടുത്തോണ്ട് പോണം. തൂക്കിയെടുത്തോണ്ട് പോരാമോ? ചുമ്മാ കാണാമോ വർത്താനം?